ദാസനായ യേശുവിനെ സംബന്ധിച്ച് നാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യേശുക്രിസ്തുവിൻ്റെ ഭവനത്തിലെ ജീവിതത്തെക്കുറിച്ച് നാം പറഞ്ഞു വന്നു. ബാലനായ യേശു യൗവനക്കാരനായപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ചില പ്രയോഗങ്ങളാണ് നാം പരിശോധിച്ചു വരുന്നത്. യേശുവിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് നാം വായിക്കുന്നത് ലൂക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 51 52 വാക്യങ്ങളും. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പം യേശുക്രിസ്തുവിൻ്റെ ബാല്യം, യൗവനം, ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. അപ്പം അവിടെ പറയുന്നത് താൻ ദൈവപുത്രനാണ് എന്ന് നല്ലപോലെ അറിയാമായിരുന്ന യേശു 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന് അവിടെയുള്ള ശാസ്ത്രിമാരോടും പണ്ഡിതന്മാരോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കൾ ചെന്ന് സംസാരിച്ച് നീ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ തങ്ങി എന്ന് ചോദിച്ചതിന്റെ മറുപടിയിൽ ഇന്നത്തെ എൻ്റെ മകന് ഓരോരോ എല്ലാം അറിയാം. പ്രശംസകൾ കേട്ടും കുട്ടികൾ പ്രായമുള്ളവരെക്കാൾ മെച്ചമായി അറിയാം എന്നാണ്. ലോകത്തിലെ വിദ്യാഭ്യാസം പുരോഗമിക്കുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള അറിവ് കുട്ടികൾക്കുണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. പുതിയ പുതിയ പാഠങ്ങൾ അവർ പഠിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ വളർച്ച, അപ്പം അത് പ്രായമുള്ളവർക്ക് അവ ഉപയോഗിക്കുവാൻ അറിയാവുന്നതിനേക്കാൾ മെച്ചമായി അവ ഉപയോഗിക്കുവാൻ കുട്ടികൾക്കറിയാം എന്നത് സത്യമാണ്. മനുഷ്യരുപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആകട്ടെ, കമ്പ്യൂട്ടർ ആകട്ടെ, ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാകട്ടെ, ഓരോരോ ആപ്ലിക്കേഷൻസിൻ്റെ ഉപയോഗമാകട്ടെ, ഇത് കുട്ടികൾക്ക് മെച്ചമായിട്ട് അറിയാം എന്നത് സംശയമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അവരുടെ മാതാപിതാക്കൾക്ക് അറിവില്ല എന്നല്ല. എന്തന്നെയല്ല, ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന
ഈ ടെക്നോളജി പ്രായമുള്ളവർ കണ്ടെത്തിയ ടെക്നോളജി, അവർ വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയാണ്. ധാരാളം ജ്ഞാനികൾ ലോകത്തിലുണ്ട്, പുരുഷന്മാരിലുണ്ട്, സ്ത്രീകളുണ്ട്. അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടികൾ അതിൽ നിന്നാണ് വളർന്നു വരുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ വിദ്യാർത്ഥിനികൾ നടത്തുന്നു എന്നുള്ളതും നാം നിഷേധിക്കുന്നില്ല. എങ്കിലും ഇത്തരം വിദ്യാഭ്യാസമല്ല മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത് എന്നിരിക്കലും അവർക്ക് വളരെ ലോകജ്ഞാനം, അവരുടെ അനുഭവജ്ഞാനമുണ്ട് എന്നുള്ളത് മറന്നുകൂടാ. ഒരുപക്ഷെ നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം, കുട്ടികൾ കുറെ മുതിർന്നു കഴിഞ്ഞാൽ അത്രയും വിദ്യാഭ്യാസം മാതാപിതാക്കൾക്ക് ഇല്ല എന്നിരിക്കലും മാതാപിതാക്കളെ അവഗണിക്കുവാനോ പുച്ഛിക്കുവാനോ ചെറുതായി കാണുവാനോ എന്ത് ന്യായമാണ് ഭൂമിയിൽ ഉള്ളത് എന്നുകൂടെ പരിശോധിക്കണം. പ്രത്യേകിച്ച് കൗമാരപ്രായം ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രതിഭാസം, മാതാപിതാക്കളിൽ നിന്ന് കുറേശ്ശെ അകലുകയും സ്നേഹിതരോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നൊരു കാലമാണ്. ഈ കാലത്ത് സ്നേഹിതരെ ഉണ്ടാക്കുന്ന കാലമാണ്. കൂടുതൽ സ്നേഹബന്ധങ്ങളിൽ ഇടപെടും. ഈ സ്നേഹബന്ധങ്ങൾ കുറെ ദൃഢമായി തീരുകയും ചെയ്യും. ബാല്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൗമാരത്തിലെ സ്നേഹബന്ധങ്ങൾ കുറെ കൂടെ ദൃഢമാവും. അത് ഒരു പക്ഷേ കുറെ ഏറെക്കാലം നീണ്ടു നിൽക്കുന്നതും ആവാം. അത് സ്വാഭാവികമാണ്, എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ കാലഘട്ടം കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് എന്നുള്ളത് മാതാപിതാക്കളും അറിയണം, കുട്ടികളും അറിയേണ്ടതാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കുന്ന സ്നേഹിതർ ഏത് തരക്കാരാണ് എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരുടെ സ്വഭാവം അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവത്തിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലോ നിങ്ങളുടെ സഹപാഠികളിലോ ഉള്ള എല്ലാവരെയും സ്നേഹിതരായി എടുക്കുന്നില്ല. അവരിൽ ചിലരെ ആയിരിക്കും അടുത്ത സ്നേഹിതരായി തിരഞ്ഞെടുക്കുന്നത്. അപ്പം ആ തിരഞ്ഞെടുപ്പ് കുട്ടികൾ തന്നെ നടത്തുന്നതാണ്. അത് സഹപാഠികളിൽ നിന്നാവാം, അയൽപ്പക്കങ്ങളിൽ നിന്നാവാം, അവരുടെ ബന്ധുജനങ്ങളിൽ നിന്നാവാം. അതിൽ നല്ല സ്നേഹിതരെ തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും. എന്നാൽ തിരഞ്ഞെടുപ്പിൽ പാകപ്പിഴ പറ്റി തെറ്റായ കൂട്ടുകാരുമായി അടുത്തു കഴിഞ്ഞാൽ അത് വളരെ വളരെ ദോഷങ്ങൾ ചെയ്യും. സ്വഭാവത്തെ പല പല തിന്മകളിലേക്ക് അവരുടെ കൂടെ പോകേണ്ടി വരും. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരവരുടെ വിശ്വാസത്തിന് ചേരുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ വിശ്വാസത്തിന് കേടുവരുത്തുന്ന തരത്തിലുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ അതേ വിശ്വാസമുള്ളവർ മാത്രമേ സ്നേഹിതരാകൂ എന്നല്ല ഞാൻ പറയുന്നത്. സാൻമാർഗികമായി നല്ല പോലെ ജീവിക്കുന്നവർ, നിങ്ങളുടെ വിശ്വാസത്തെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാത്തവരായ കൂട്ടുകാർ, നിങ്ങളുടെ കുടുംബത്തിനും അതിൻ്റെ അന്തസ്സിനും ചേരുന്ന തരത്തിലുള്ള കൂട്ടുകാർ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സാൻമാർഗിക മൂല്യങ്ങൾ ഇവയ്ക്ക് സമാനമായി ഉള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കൂട്ടുകാരെ അമിതമായി വിശ്വസിക്കുന്നത് കൗമാരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സഹപാഠികളുടെ കൂട്ടുകാരുടെ കഴിവുകളേക്കാൾ വളരെ കൂടുതലോ നിങ്ങളുടെ നേട്ടങ്ങൾ അവരുടേതിനേക്കാൾ വളരെ കൂടുതലോ ആയാൽ അസൂയ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള അസൂയ ചില കുട്ടികൾക്ക് വളരെ വലിയ ദോഷങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെയെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ച് കാര്യങ്ങൾക്ക് സൂക്ഷ്മതയില്ലാതെ പോയാൽ അതുകൊണ്ട് തകർച്ചയുണ്ടാകും എന്നുള്ളത് യൗവനക്കാരും ബാലകന്മാരും നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം
നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കീഴടങ്ങുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പ്രധാനമായും പറയുന്ന കാര്യം. അതിൽ ഈ മാതാപിതാക്കൾ ആരാണ്, അവരുടെ പ്രാധാന്യം എന്താണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ അധ്വാനങ്ങൾ എന്താണ് എന്നുള്ളവ നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സ്വാഭാവികമായി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല, എങ്കിലും അതിന് ചില ന്യായങ്ങൾ കൂടി ഇന്ന് ഞാൻ ഈ യോഗത്തിലൂടെ വിശദീകരിക്കുകയാണ്. നിങ്ങൾക്ക് ജന്മം നൽകിയത് നിങ്ങളുടെ അപ്പനും അമ്മയുമാണ്. നിങ്ങൾ ലോകത്തിൽ വരുവാൻ ഉള്ള മാനുഷിക ഉപാധി അവരാണ്. നിങ്ങളുടെ അമ്മ 9 മാസത്തിൽ പരം നിങ്ങളെ തൻ്റെ വയറ്റിൽ കൊണ്ടു നടന്നതാണ്. നിങ്ങളെ ഗർഭം ധരിച്ചിരുന്ന ആ കാലം അമ്മമാർക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു കാലമായിരുന്നു. അല്ലാതെ അതത്ര സുഖകരമായ ഒരു കാലമല്ല. എന്നാൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം സന്തോഷത്തോടെ അനുഭവിച്ച് നിങ്ങൾക്ക് ജന്മം നൽകി. നിങ്ങളെ ആ അമ്മ പ്രസവിച്ചു. നിങ്ങൾക്ക് പാല് തന്ന്, നിങ്ങൾക്ക് ആഹാരം തന്ന് നിങ്ങളെ പോഷിപ്പിച്ചത് ആ അമ്മയാണ്. എത്ര ഉറക്കളപ്പുള്ള രാത്രികൾ! പ്രത്യേകിച്ച് ഒരു അസുഖം കൂടി കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നല്ല പോലെ കിടന്നുറങ്ങുന്ന സ്ത്രീകളും കല്യാണം കഴിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തൻ്റെ പള്ളക്കീഴിൽ കിടക്കുന്ന കുഞ്ഞ് ഒന്ന് ഞരങ്ങിയാൽ അമ്മ അറിയും. കട്ടിലിൽ ഒരു ഭാഗത്ത് കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന ശീലമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അങ്ങ് തിരിയാൻ പറ്റില്ല. തിരിഞ്ഞാൽ കുട്ടിയുടെ മേത്തോട്ടായിരിക്കും വീഴുന്നത്. അങ്ങനെ വീണാൽ കുട്ടിക്ക് ആപത്ത് ഭവിക്കും. ശലോമോൻ രാജാവിൻ്റെ കാലത്ത് ഇങ്ങനെ 2 അമ്മമാർ മരിച്ചുപോയ ഒരു കുട്ടിയെ കൊണ്ട് വന്ന് ജീവനുള്ള കുട്ടിക്ക് വേണ്ടി അവകാശവാദം നടത്തിയതിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ വളരെ സൂക്ഷ്മതയോടെയാണ് അമ്മമാർ മക്കളെ വളർത്തുന്നത്, അമ്മയും അപ്പനും. വളരെയധികം വേദനയും കഷ്ടപ്പാടും അതിനുണ്ട്. നിങ്ങളെ എടുക്കണമായിരുന്നു. നമ്മൾ ആരും തനിയെ നടക്കാൻ കുറച്ച് പ്രായമായതിന് ശേഷമാണ് തുടങ്ങിയത്. ഒരു 5-6 വയസ്സാകുന്നത് വരെയൊന്നും അങ്ങനെ നമ്മൾ തനിയെ നടന്നിരുന്നില്ല. ഇന്ന് ഒരു പക്ഷേ പലർക്കും സ്വന്തമായി വണ്ടി ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു കാലത്ത് എടുത്തുകൊണ്ട് നടന്നു. ഇന്നും അങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത് മലയാളികൾ മിക്കവരും. അല്ലാതെ വണ്ടിയിൽ വെച്ച് ഉന്തിക്കൊണ്ടുപോകുന്ന രീതി നമ്മുടെ മലയാളികളുടെ ഇടയിൽ അമേരിക്കയിലും മറ്റ് അങ്ങനെ ചില പാശ്ചാത്യ രാജ്യങ്ങളുണ്ടെങ്കിലും ഇന്നും നമ്മൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. കുഞ്ഞുങ്ങളെ നമ്മളെ കുളിപ്പിക്കാൻ എത്ര കാലം, ദിവസം പല പ്രാവശ്യം കൊച്ചു കുഞ്ഞിനെ കുളിപ്പിക്കണമായിരുന്നല്ലോ, കഴിവിക്കണമായിരുന്നല്ലോ. മലമൂത്ര വിസർജനം ചെയ്യുന്ന ഈ കുട്ടിയുടെ മലവും മൂത്രവും ഒക്കെ അമ്മ എടുക്കുന്നത് മുഖം ചുളിച്ചുകൊണ്ടല്ല, ഏതോ നല്ല കാര്യം എടുക്കുന്നത് പോലെയാണ്. ഇന്നത്തെ കാലത്ത് പാമ്പർ മാറുന്നതായിരിക്കാം പല പരിഷ്കൃത രാജ്യങ്ങളിൽ. എന്നാൽ പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇനി പാമ്പർ മാറുന്നതാണെങ്കിലും നിങ്ങളുടെ മലവും മൂത്രവുമാണ് ആ പാമ്പറിനുള്ളത്. അത് വളരെ സന്തോഷത്തോടെ തന്നെ മാറി നിങ്ങളെ വൃത്തിയാക്കുവാൻ ഒരു പ്രായമാകുന്നത് വരെ ഈ അമ്മ, പല അപ്പനും അമ്മയും ജോലി ചെയ്യുന്ന പല വീട്ടിലും ചിലപ്പോൾ അപ്പന്മാർ അധ്വാനിക്കും. തനിയെ നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് കഴുകി ശീലിച്ചത് ഒരു പ്രായമായതിനു ശേഷമാണ്. തനിയെ ഒന്ന് കുളിക്കാൻ തുടങ്ങിയത് ഒരു 7-8 വയസ്സായതിനു ശേഷം വരെ. അതിനു മുമ്പ് നിങ്ങളെ കുളിപ്പിച്ചതും അവരല്ലേ. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾ അപ്പൻ്റെയോ അമ്മയുടെയോ നിങ്ങൾ എടുത്തവരുടെയോ മോളിൽ ഛർദ്ദിച്ചിട്ടുണ്ടെന്നറിയാമോ? ഈ ഛർദ്ദിലും കൊണ്ട് അവർ ആ തുണി കൊടുത്ത വല്ലതും ചടങ്ങിനും കാര്യങ്ങൾക്കും പോകുമ്പോഴായിരിക്കാം ഈ ഛർദ്ദിലൊക്കെ. അതും തുടച്ചും വച്ച് അതോടുകൂടെയാണ് നിങ്ങളെ ഈ അപ്പനും അമ്മയും വളർത്തിയത് എന്ന് ഓർക്കണം.
വളരെയധികം അധ്വാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു. നിങ്ങളെ വളർത്തുവാൻ ധാരാളം പണം ആവശ്യമായിരുന്നു. നിങ്ങൾക്ക് ആഹാരം തരാൻ, നിങ്ങൾക്ക് വസ്ത്രം ഉണ്ടാക്കിത്തരാൻ, നിങ്ങൾ സ്കൂളിൽ വിടാൻ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പലപ്പോഴും പ്രൈവറ്റ് സ്കൂളുകളിലാണ് വിടുന്നത്, നോൺ എയ്ഡഡ് സ്കൂളുകളിലാണ്. നല്ല മെച്ചമായ സ്കൂൾ വേണം എന്ന തരത്തിൽ ഏത് മനുഷ്യരും അധ്വാനിച്ച് മക്കളെ പഠിപ്പിക്കുകയാണ്, വളരെ പണം ചെലവഴിച്ച്. ആ സ്കൂളിന് വേണ്ടി ചെലവഴിക്കുന്ന കാശ് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം കോളേജിലേക്ക് വിടാനും ധാരാളം പണം ചെലവഴിക്കുന്നു. പ്രൊഫഷണൽ കോഴ്സിൽ വിടാനും ധാരാളം പണം ചെലവഴിക്കും. നിങ്ങളുടെ തുണി കഴിവത് അവരാണ്. പല കുട്ടികൾക്കും ബെഡ് വിരിച്ചു കൊടുത്തതും അവരാണ്. അവരുടെ ജീവിതം മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആത്മീയരായ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെയാണ്. ഹൃദയവേദനയോടെ, ആത്മാർത്ഥതയോടെ എല്ലാ ദിവസവും പല പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഏത് പ്രായത്തിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു. നിങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു. 18 വയസ്സാകുന്നത് വരെ നമ്മുടെ രാജ്യത്ത് ഒരു കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ അനുവാദമില്ല. എല്ലാ ചെലവും അവരാണ് നിർവഹിച്ചു തന്നത്. 18 വയസ്സായാലും നമ്മുടെ രാജ്യത്ത് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്ന സമ്പ്രദായം നിർത്തുന്നില്ല. ചില പാശ്ചാത്യ രാജ്യങ്ങൾ 18 വയസ്സ് വരെ മാത്രമേ മക്കൾക്ക് ചെലവിന് കൊടുക്കുകയുള്ളൂ. 18 വയസ്സായാൽ അവരവരുടെ കാര്യം നോക്കിക്കണം. സ്വന്തമായി ജീവിക്കാൻ തയ്യാറാകണം, സ്വന്തമായി ആഹാരം ഉണ്ടാക്കണം, സ്വന്തമായി ബാക്കി വിദ്യാഭ്യാസം നോക്കണം. പക്ഷേ നമ്മുടെ സംവിധാനത്തിൽ മലയാളികൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈവൻ മെഡിക്കൽ സ്കൂളിലേക്ക് നിങ്ങളെ വിട്ടാലും അതിൻ്റെ മൊത്തം ചെലവ് വഹിക്കുന്നതും മാതാപിതാക്കൾ തന്നെയാണ്. അവർക്ക് വാഹനം വാങ്ങിക്കൊടുത്തതും മാതാപിതാക്കളാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ ചെലവും അവർ തന്നെ വഹിച്ചു. എന്ന് മാത്രമല്ല, കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടിയുള്ള ചിലവ് പോലും ഈ മാതാപിതാക്കളാണ് വഹിച്ചത്. അതിനുശേഷവും അവർ പണം മുടക്കുന്നു. എന്തുമാത്രം പണമാണ് നിങ്ങൾക്ക് വേണ്ടി മുടക്കിയത്! ചില മാതാപിതാക്കൾ എത്ര കഠിനമായി ജോലി ചെയ്താണ് ഇവ ചെയ്തത്. എല്ലാവർക്കും ഒരുപോലെ സമ്പത്തില്ല. ചിലപ്പോൾ ലോണെടുത്ത് മക്കളെ പഠിപ്പിച്ചവരുണ്ട്. അങ്ങനെ ഓരോ തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച അധ്വാനം വിശദീകരിക്കാൻ സാധ്യമല്ല. അവർ നിങ്ങൾ സ്നേഹിച്ചു, ശുദ്ധമായ സ്നേഹം. മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്. അവരുടെ സ്നേഹം വാസ്തവത്തിൽ ഒരു കാലത്തും അവസാനിക്കുകയില്ല. നിങ്ങൾ വളർന്ന് വലിയ ആളുകളായാലും, നിങ്ങൾ ഉദ്യോഗസ്ഥരായാലും, നിങ്ങളെ കല്യാണം കഴിച്ച് കുടുംബസ്ഥരായാലും അവരുടെ സ്നേഹത്തിന് മാറ്റമുണ്ടാകുന്നില്ല. കല്യാണം കഴിച്ച മക്കൾ മാറിപ്പോയാൽ മാതാപിതാക്കളോടുള്ള അടുപ്പമൊക്കെ വളരെ കുറയുക എന്നുള്ളത് ഭൂമിയിലൊക്കെയും കാണുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാലും മാതാപിതാക്കളുടെ സ്നേഹം നിഷ്കളങ്കമായ ശുദ്ധമായ സ്നേഹമാണ്. ചില മാതാപിതാക്കൾക്ക് തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അത്ര വലിയ പരിചയം കാണില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് പല ചെറുപ്പക്കാരും പറയാറുണ്ട്, ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഞങ്ങളോട് സ്നേഹമില്ല എന്ന്. അത് വാസ്തവത്തിൽ സത്യമല്ല. അവരുടെ ജീവിതമേ നിങ്ങൾക്ക് വേണ്ടിയാണ്. അവർ അധ്വാനിച്ചത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. അവർ ജീവിച്ചത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നുകൂടെ പറയുന്നു, നിങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചല്ല ഈ അപ്പനും അമ്മയും മക്കളെ സ്നേഹിച്ചത്. അതുകൊണ്ട് അവർ ഒരു പക്ഷേ നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും അവരോടുള്ള ബഹുമാനം വളരെ നിങ്ങൾക്ക് ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഒരു പക്ഷേ ഇന്നത്തെ ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാവില്ലെങ്കിലും കുട്ടികൾ വളർന്ന് കല്യാണം കഴിച്ച് മക്കളെ വളർത്താൻ തുടങ്ങുമ്പോൾ ഈ പ്രതിഭാസത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ത്യാഗവും മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം നാം ജീവിക്കുന്നത് അവർ നിമിത്തമാണ്. നമുക്ക് ലഭിച്ച ആരോഗ്യം ദൈവത്തിൻ്റെ കൃപയാണെന്നിരിക്കലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കരുതിയതും നിങ്ങളെ സ്നേഹിച്ചതും നിങ്ങളെ പോഷിപ്പിച്ചതും നിങ്ങളെ വളർത്തിയതുമായ വിധം കൊണ്ടാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ഈ മാതാപിതാക്കളുടെ സ്നേഹത്തിന് പ്രത്യുപകാരം ചെയ്യുവാൻ ഭൂമിയിൽ ആർക്ക് കഴിയും? നമ്മുടെ മലവും മൂത്രവും എടുത്തതുപോലെ അപ്പൻ്റെയും അമ്മയുടെയും വാർദ്ധക്യമാകുമ്പോൾ ഒന്ന് കിടപ്പിലായാൽ മലവും മൂത്രവും എടുക്കുന്ന ഒരു സ്ഥിതി വന്നാൽ വലിയ സന്തോഷത്തോടെ ആയിരിക്കില്ല അധികം ആരും അത് ചെയ്യുന്നത്. വിഷമത്തോടാവും. പിന്നെ അവരുടെ കാലം ഒത്തിരി ദീർഘിക്കരുതേ എന്നായിരിക്കും ഏറെക്കുറെ ഏത് മക്കളുടെയും ആഗ്രഹം. എന്നാൽ അതുപോലെ നമ്മുടെ മലവും മൂത്രവും എടുത്ത് നമ്മളെ കുളിപ്പിച്ച് നമ്മളെ ശുദ്ധിപ്പെടുത്തി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഈ മാതാപിതാക്കളുടെ സ്നേഹം ശുദ്ധവും ഒരു കാലത്തും പ്രത്യുപകാരം ചെയ്യുവാൻ, മതിയായ പ്രത്യുപകാരം ചെയ്യുവാൻ പറ്റാത്തതുമാണ് എന്ന് നാം അറിയണം. ദൈവവചനത്തിലെ ദൈവത്തിന്റെ കൽപ്പനയിലെ 5-ാമത്തെ കൽപ്പനയാണ് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ, നീ ചെല്ലുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇത് പറഞ്ഞിട്ട് ഇത് വാഗ്ദത്തത്തോടുകൂടിയ കൽപ്പനയാണ് എന്നാണ് നാം വായിക്കുന്നത്. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് അത് ന്യായമല്ലോ എന്നാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ. അത് ന്യായങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ വിശദീകരിച്ചു വന്നത്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകും. അപ്പൊ ദൈവം കൽപ്പിച്ച കൽപ്പനയാണ് ഇങ്ങനെ ത്യാഗം ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന അപ്പനെയും അമ്മയെയും മക്കൾ ബഹുമാനിക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ അവഗണിക്കുന്നതിനോ അവരെ അനുസരിക്കാതിരിക്കുന്നതിനോ ഭൂമിയിൽ ഒരു ന്യായം പറയാൻ ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് അപ്പനെയും അമ്മയും കളിയാക്കി വിളിക്കുന്ന വാക്കുകൾ തന്നെ ചെറുപ്പക്കാർക്കുണ്ട് എന്നുള്ളത് ഒരു വല്ലാത്ത പ്രതിഭാസമാണ്. എന്നാൽ പഴയ നിയമത്തിലെ ന്യായപ്രമാണം ശ്രദ്ധിച്ചാൽ ഷഠനും മത്സരിയുമായ ഒരു മകൻ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അവനെ പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി ഞങ്ങളുടെ ഈ മകൻ ഷഠനും മത്സരിയുമാണ് എന്ന് മൂപ്പന്മാരോട് പറയണമെന്നും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുമായിരുന്നു ദൈവം കൊടുത്തതാണ്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള അങ്ങനെയാണ് നാം വായിക്കുന്നത്. 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നത് അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ഗൗരവമായിട്ടാണ് അപ്പനെയും അമ്മയെയും അനുസരിക്കാത്തതോ ശപിക്കുകയോ പ്രാകുകയോ ഒക്കെ ചെയ്യുന്നതുമായ കാര്യം നിയമത്തിൽ പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു,
വേദപുസ്തകത്തിന്റെ നിഷ്കർഷ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാലത്ത് മത നേതാക്കന്മാർ ഇതിന് കുറെ വിട്ടുവീഴ്ചകൾ അനുവദിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിലും അപ്പനോടോ അമ്മയോടോ ഖുർബാൻ എന്ന് പറഞ്ഞാൽ പിന്നെ മക്കൾ അമ്മയപ്പന്മാർക്കുള്ള കടപ്പാടുകൾ നിവർത്തിക്കണ്ട എന്ന് പുതിയ വ്യാഖ്യാനം അന്നത്തെ മത അധ്യക്ഷന്മാർ അവർക്ക് നൽകിയിരുന്നു. യേശു അതിനെ കഠിനമായി ശാസിച്ചു. യേശു പറഞ്ഞു, നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. അതായത് അപ്പൻ്റെ അമ്മയ്ക്ക് ചെന്ന് പറയണം, അപ്പ അമ്മ ഞങ്ങൾ അപ്പനെ അമ്മയും സംരക്ഷിക്കേണ്ടതാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ഉണ്ട്, നിങ്ങൾ നോക്കാനുള്ള നിർവാഹം എനിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട എന്ന ഒരു ശാസ്ത്രമാണ് അന്ന് നിലനിന്നിരുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു ഭാഗം കൂടി ഇക്കാര്യത്തിൽ പരിശോധിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം നാം വായിക്കുന്നത്, ക്രൂശിൽ കിടക്കുന്ന യേശു മരിക്കാൻ തുടങ്ങും. ക്രൂശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ചൊല്ലിയ കുറെ മൊഴികളെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടാവും. അതിൽ ഒരു മൊഴിയാണ്, യേശു താൻ സ്നേഹിക്കുന്ന ശിഷ്യനായ യോഹന്നാൻ സമീപെ നിൽക്കുന്നത് കണ്ടു. തന്റെ അമ്മയും ക്രൂശിനരികെ നിൽപ്പുണ്ട്. ആ അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. താൻ സ്നേഹിച്ച ശിഷ്യനോട് തിരിഞ്ഞ് പറയുകയാണ്, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. യേശു മരിക്കാൻ തുടങ്ങുകയാണെങ്കിലും തൻ്റെ അമ്മയുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടാണ് യേശുക്രിസ്തു പ്രാണനെ വെടിയുന്നത്. അവിടുന്ന് ഭൂമിയിൽ ജീവിക്കുന്നില്ല, അവിടുന്ന് മരിക്കാൻ തുടങ്ങുന്നു. ക്രൂശിൽ കിടക്കുന്ന നേരമായിട്ട് കൂടി അമ്മയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിട്ടാണ് പ്രാണന വെടിഞ്ഞത് എന്നുള്ളത് ഈ 5-ാമത്തെ കൽപ്പനയുടെ നിവൃത്തീകരണം ആയിരുന്നു. തനിക്ക് വേറെ സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് മത്തായി സുവിശേഷം 13-ാം അധ്യായം 55-ഉം 56-ഉം വാക്യം നാം വായിക്കുന്നു. നാട്ടുകാർ പറഞ്ഞു, ഇവന്റെ സഹോദരങ്ങൾ യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ, ഇവരൊക്കെ അവരുടെ സഹോദരന്മാരല്ലയോ? അവരുടെ സഹോദരികളും നമ്മുടെ ഇടയിലില്ലയോ? പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്, അവന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല. യേശുവിനെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ. അവിടുത്തെ വലിപ്പവും മഹത്വവും അവിടുന്ന് ദൈവപുത്രനാണെന്നുള്ളതും തിരിച്ചറിയാത്ത ആളുകൾ. അതേസമയം അമ്മ യേശു ആരാണെന്നറിഞ്ഞ് യേശുവിനെ പിൻപറ്റുന്ന ഒരു ശിഷ്യയാണ്. ആ അമ്മയ്ക്ക് വിശ്വാസികളല്ലാത്ത ഈ മക്കളുടെ കൂടെയുള്ള ജീവിതം സുഖകരമാവില്ല എന്ന് അറിഞ്ഞിട്ട് യോഹന്നാനെ അമ്മയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല നാം വായിക്കുന്നത്, ആ ശിഷ്യൻ ആ നാഴിക മുതൽ അവളെ വീട്ടിൽ കൈക്കൊണ്ടു എന്നാണ് നാം വായിക്കുന്നത്. സഭയ്ക്ക് യേശുവിനെ അമ്മയായി നൽകി എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ശിഷ്യൻ ആ അമ്മയെ, മറിയെ വീട്ടിൽ കൈക്കൊണ്ടു. ബാക്കി കാലത്തേക്കുള്ള ക്രമീകരണങ്ങൾ യോഹന്നാൻ ചെയ്തിട്ടുണ്ടാകും. യോസഫ് യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് മരിച്ചുപോയിരിക്കണം. അപ്പൊ ഏത് കാരണവശാലും അപ്പനെയും അമ്മയും സംരക്ഷിക്കുന്ന ജോലി മക്കൾക്കുണ്ട് എന്നുള്ളത് വചനം പറയുന്നത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ മാതൃകയും കൂടിയാണ് അത്. ഇവിടെ കേവലം ബാലികാബാലന്മാരും യൗവനക്കാരും മാത്രമല്ല അപ്പനെയും അമ്മയും ബഹുമാനിക്കേണ്ടത്. ഏത് പ്രായത്തിലും അപ്പനോടും അമ്മയോടുമുള്ള കടമകൾ നിവർത്തിക്കാൻ മക്കൾ ബാധ്യസ്ഥരാണ് എന്ന് യേശുക്രിസ്തുവിന്റെ ഈ ജീവിതം വ്യക്തമാക്കുകയാണ്. ദൈവത്തിന്റെ കൽപ്പനയും അങ്ങനെ തന്നെയാണ്. അപ്പനും അമ്മയും വാർദ്ധക്യമായി ക്ഷീണത്തിലാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ മക്കൾ ഉണ്ടായിരിക്കണം. അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ മക്കൾക്ക് ബാധ്യസ്ഥതയുണ്ട്. ഇന്നത്തെ ലോകത്തിൽ അപ്പനെയും അമ്മയെയും ശ്രദ്ധിക്കാത്ത ധാരാളം എന്നത്
വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ കാലം മാതാപിതാക്കൾക്ക് മക്കളുണ്ട്, പക്ഷേ അവരാരും സമീപയില്ലാതെ മക്കളെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, സംരക്ഷിക്കാത്തൊരു സാഹചര്യവും വ്യാപകമായി ഉണ്ട് എന്നുള്ളത് മലയാളികളായ മാതാപിതാക്കളുടെ ഒരു സ്ഥിതിയാണ്. എങ്കിലും നല്ല വിശ്വാസികളായ മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഞങ്ങൾ തന്നെ വൃദ്ധ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്, വിധവമാരെ പാർപ്പിക്കാൻ ഒരു ഭവനം തുടങ്ങിയിട്ട് വിശ്വാസികളായ അധികം പേർ അതിന് മുതിർന്നില്ല. അതിൻ്റെ അർത്ഥം അനേകം മക്കളും തങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെ ചെയ്യാത്ത മക്കൾ ദൈവവചനത്തിൻ്റെ ലംഘനമാണ് നടത്തുന്നത്. മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ സ്വയമായി ജീവിക്കുവാനുള്ള സമ്പത്തുണ്ടെങ്കിൽ പോലും സ്ഥിരമായിട്ടോ വല്ലപ്പോഴുമോ അപ്പനും അമ്മയ്ക്കും വല്ലതും ഒന്ന് അയച്ചു കൊടുക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ മാർഗമാണ്, ഒരനുഗ്രഹത്തിൻ്റെ വഴിയാണ്. അതിന് നിർവാഹമില്ലാത്തവരെ സ്ഥിരമായി മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. ഇന്നത്തെ ലോകത്തിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം, യൗവനക്കാർ വിവാഹം കഴിഞ്ഞാൽ ഉടൻ അപ്പനും അമ്മയിൽ നിന്നും മാറി താമസിക്കണം എന്ന ഒരു നിർബന്ധമാണ്. അവരുടെ ഇഷ്ടത്തിന് അവരുടെ സൗകര്യത്തിന് ജീവിക്കുവാൻ അതാണ് നല്ലത് എന്ന് വ്യാപകമായ ഒരു ചിന്ത. മാതാപിതാക്കൾ ആരോഗ്യമുള്ളിടത്തോളം കാലം അതിനെ കുഴപ്പമുണ്ടാവില്ല. എങ്കിലും പക്വമായ ജീവിതത്തിന് മാതാപിതാക്കളോടുള്ള താമസം സഹായകരമായിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ വളർത്തുവാനും അതൊരു സഹായമായി തീരും. എന്നാൽ പലരും മാതാപിതാക്കളെ ഈ കാര്യത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് മറുഭാഗമാണ്. കൂടെ താമസിക്കാത്ത മാതാപിതാക്കൾ താമസിപ്പിക്കാതെ അവരുടെ ആവശ്യത്തിന് കൊണ്ടുവന്ന് അപ്പനെയോ അമ്മയോ ഒരാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ കൊണ്ട് മുതലെടുക്കുന്ന സംവിധാനവും ലോകത്തിൽ മലയാളികളുടെ വ്യാപകമായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ യൗവനക്കാരികളായി കല്യാണം കഴിക്കുന്ന സ്ത്രീകൾക്ക് ഈ പുരുഷന്റെ അപ്പനെയും അമ്മയെയും സഹായിപ്പാനോ സംരക്ഷിക്കാനോ മനസ്സില്ല എന്നുള്ളത് പലയിടത്തും കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതൊരു ശരിയായ മനോഭാവമല്ല. പുരുഷന്റെ അപ്പനും അമ്മയും ആ സ്ത്രീയുടെയും അപ്പനെയും അമ്മയുമായി തന്നിരിക്കുകയാണ്. അവരെ സംരക്ഷിക്കേണ്ട കടമയാണ്. മറിച്ച് ചില ഭവനങ്ങളിൽ സ്ത്രീയുടെ അപ്പനെയും അമ്മയെയും തീരെയും ബഹുമാനിക്കാതെയും അവരെ നോക്കാതെയും ഇരിക്കുന്ന പുരുഷന്മാർ ധാരാളം. അവരുടെ ചിന്ത, അവർക്ക് ഒരു ഭാര്യയെ കിട്ടാൻ വേണ്ടി ഒരു പെണ്ണിനെ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ചു കൊടുത്തു, അതോടെ അവരുമായിട്ടുള്ള സകല ബന്ധവും തീർന്നു എന്നാണ് കുറെ പുരുഷന്മാരുടെ ധാരണ. പുരുഷനെ പാടുപെട്ട് വളർത്തിയതുപോലെ തന്നെ ഈ പെണ്ണിനെയും പാടുപെട്ട് വളർത്തിയതാണ്. അതുകൊണ്ട് പുരുഷന്റെ അപ്പനെയും അമ്മയും ആകട്ടെ, സ്ത്രീയുടെ അപ്പയും അമ്മയും ആകട്ടെ, സംരക്ഷിക്കുന്ന കടമ മക്കൾക്കുണ്ട് എന്നുള്ളത് ദൈവവചനത്തിന്റെ കർശനമായ ഉപദേശമാകുന്നു. യേശുക്രിസ്തു ജീവിതത്തിൽ കാണിച്ച മാതൃകയുമാണ്. അതാണ് അനുഗ്രഹത്തിന്റെ വഴി. പാഠത്തിൽ ചേർത്ത് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 20 യേശുവിന് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. അപ്പൊ 30 വയസ്സ് വരെ യേശു വീട്ടിൽ പറഞ്ഞു. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നിന്നും മടങ്ങി വന്ന ശേഷമുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാല്യം മുതൽ യേശു മറിയയുടെയും യോസഫിന്റെയും കൂടെ പാർത്തു വന്നു. മറിയ തന്റെ അമ്മയാണെന്നും യോസഫ് ആരാണെന്നും നിശ്ചയമായിട്ടും യേശു അറിഞ്ഞിരുന്നു. താൻ ആരാണെന്നും അറിഞ്ഞിരുന്നു. തൻ്റെ വലിപ്പം, തൻ്റെ ഉപകരണമാണ്, ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അങ്ങനെ വളർന്നു വന്ന യേശു ഈ വീട്ടിൽ വന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്ന് മാത്രമല്ല, മർക്കോസിന്റെ സുവിശേഷം
6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്ന ഒരു പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ പറയുന്നതാണ്, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. അപ്പൊ യേശുവിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞ കാര്യം, ഇവൻ തച്ചനല്ലയോ? യോസഫ് ഒരു തച്ചനായിരുന്നു. ആ തച്ചനായിരുന്ന യോസഫിനോടൊപ്പം ആ തൊഴിൽ പഠിച്ച് ആ തൊഴിൽ യേശു ചെയ്തിരുന്നു എന്നാണ് ഈ വചനവും യഹൂദ പാരമ്പര്യവും പുരാതന പാരമ്പര്യങ്ങളും യേശുവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. മത്തായി 13-ാം അധ്യായത്തിന്റെ 54, 55 വാക്യങ്ങളിൽ സമാനമായ പ്രയോഗം കാണാം. യോസഫ് എന്ന തച്ചന്റെ മകനല്ലയോ ഇവൻ എന്ന് പറഞ്ഞു. അപ്പൊ യേശു വളർന്നു വന്ന കാലത്ത് ജോലി ചെയ്തു. അപ്പനോടൊപ്പം, ഈ വളർത്തപ്പനോടൊപ്പം ജോലി ചെയ്താണ് ജീവിച്ചത്. കുടുംബത്തെ പുലർത്തുന്നതിനും ചെലവ് വഹിക്കുന്നതിനും താനും തൻ്റെ പങ്ക് നിർവഹിച്ചു എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. അപ്പൊ യൗവനക്കാരനായിരിക്കെ ഈ ബാലൻ വളർന്നു വന്ന കൗമാരക്കാരൻ അവൻ ചെയ്യാവുന്ന ജോലി അപ്പനോടൊപ്പം ചെയ്ത് യൗവനക്കാരനായപ്പോഴും ആ ജോലി ചെയ്ത് ശുശ്രൂഷക്കിറങ്ങുന്നത് വരെ ജോലി ചെയ്ത് ജീവിച്ചു എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. കുട്ടികൾ ജോലി ചെയ്ത് ശീലിക്കുകയും ജോലിയെക്കുറിച്ച് അന്തസ്സ് തോന്നുകയും ചെയ്യണം. പലപ്പോഴും മലയാളികളായ അനേകം ആളുകളുടെയും ഇടയിൽ ഒരു വൈറ്റ് കോളർ ജോബ് മാത്രമേ ആളുകൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. വീട്ടിൽ ഒരു പണിയും ചെയ്യാതെ വളരുന്ന പല കുട്ടികളുണ്ട്. പ്രായമായാൽ പോലും തങ്ങളുടെ തുണി ഒന്ന് കഴുകാൻ പോലും ശ്രദ്ധിക്കാതെ, വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ പഠിത്തം എന്നതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കുട്ടികൾ ആണ് പെണ്ണും. തൊഴിൽ ചെയ്യുന്നതിൻ്റെ അന്തസ്സ് മനുഷ്യർക്ക് നമ്മുടെ ഇടയിൽ അറിയില്ല എന്നത് സങ്കടകരമായ ഒരു സ്ഥിതിയാണ്. അവനവൻ്റെ വീട്ടിലെ ഏത് തൊഴിലും ചെയ്യുന്നതിന് അന്തസ്സുണ്ട്. അവനവൻ്റെ വീട്ടിലെ തൊഴിലെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് 18 വയസ്സ് വരെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുവാനുള്ള നിയമമില്ല. അത് ബാലവേലയായി പരിഗണിക്കും. എന്നാൽ മറ്റ് പല രാജ്യങ്ങളിൽ, ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ 14 വയസ്സ് പൂർത്തിയായാൽ കുട്ടികൾക്ക് അവധിക്കാലത്ത് ജോലി ചെയ്യാം. 4 മണിക്കൂർ ജോലി ചെയ്യാം. അങ്ങനെ ജോലി ചെയ്ത് പൈസയുണ്ടാക്കി അവരുടെ അടുത്ത സ്കൂൾ വർഷത്തേക്കുള്ള കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കുന്നത് അമേരിക്കൻ കുട്ടികളുടെ ഇടയിൽ ഒരു പതിവാണ്. ചില മലയാളി കുട്ടികളും അങ്ങനെ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് പുറത്തുപോയി ജോലി ചെയ്യാൻ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ കുട്ടികൾക്ക് കഴിയും. മാതാപിതാക്കൾക്ക് പഠിപ്പിക്കുവാനുള്ള സൗകര്യം വേണ്ടത്ര ഇല്ലാത്തതും കുട്ടികൾക്ക് ജോലി ചെയ്തുകൊണ്ട് തങ്ങളുടെ വിദ്യാഭ്യാസം തുടരുവാനും വളരുവാനും സാധിക്കും. ഏത് തൊഴിലിനെ സംബന്ധിച്ചും അന്തസ്സുണ്ടാവണം. നമ്മുടെ രാജ്യത്ത് ഒരു കാലത്തുണ്ടായിരുന്ന ജാതി വ്യവസ്ഥിത, തൊഴിലധിഷ്ഠിത ജാതി വ്യവസ്ഥിതി എന്ന നിലയിൽ ചില ജോലിക്ക് അന്തസ്സില്ല എന്ന് കരുതുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നും അത് നിലവിലിരിക്കുന്നു. പക്ഷേ ഏത് ജോലിക്കും അന്തസ്സുണ്ടെന്നും അവനവൻ്റെ ജീവിത സദ്ധാരണത്തിനായി ഏത് തൊഴിലും ചെയ്യുന്നതിനും അഭിമാനം തോന്നണമെന്നും നാം തിരിച്ചറിയേണ്ടതാണ്. എന്ന് മാത്രമല്ല, മാതാപിതാക്കളും കുട്ടികളെ വീട്ടിൽ ജോലി ചെയ്ത് ശീലിപ്പിക്കേണ്ടതാണ്. ഓരോ പ്രായത്തിൽ ചെയ്യാവുന്ന ജോലികൾ ചെയ്ത് കുട്ടികൾ വളർത്തണം. അതിൽ എല്ലാം മാതാപിതാക്കൾ തനിയെ ചെയ്തു കൊടുക്കേണ്ടതല്ല. കുട്ടി
വളർന്നു വരുമ്പോൾ, എഴുന്നേറ്റ് വരുമ്പോൾ തൻ്റെ ബെഡ് ഒന്ന് വിരിക്കാൻ ആ കുട്ടിയെ തന്നെ ശീലിപ്പിക്കണം. വീടൊന്ന് തൂത്തു വരുവാൻ കുട്ടികൾ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കാം. ഇന്ന് എത്രയോ പെൺകുട്ടികൾക്ക് പാചകം ചെയ്യാൻ അറിയാൻ മേല എന്ന ഒരു സ്ഥിതി നമ്മുടെ ഇടയിൽ വ്യാപകമാണല്ലോ. കാരണം പഠിത്തം എന്ന ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് അമ്മ അതിന് മാത്രം അവരെ വിട്ട് ഒരു പാചകവും പഠിപ്പിക്കാതെ വിവാഹമാവുമ്പോഴും ഒന്നും ചെയ്യാൻ അറിയാൻ മേലാത്ത എത്ര പെൺകുട്ടികൾ. അതുകൊണ്ട് തന്നെ പലയിടത്തും കുടുംബ പ്രശ്നങ്ങളുണ്ടാകും. അനേകം ചെറുപ്പക്കാർ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് നീങ്ങി നിൽക്കുകയാണ്. അത് അനവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നുള്ളതും സത്യമായ ഒരു വസ്തുതയാണ്. അവനവൻ്റെ വീട്ടിലെ ആഹാരമാണ് നല്ലത്. അതുകൊണ്ട് ജോലി ചെയ്യാൻ ചെറുപ്പക്കാർ തയ്യാറാകേണ്ടതും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യണമെന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. സകലത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം അവിടുന്ന് തനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തില്ല, ചെയ്യാൻ തനിക്ക് അധികാരമുണ്ട്. ഇത്ര വലിയവനായ ദൈവം ഭൂമിയിൽ ജീവിച്ചപ്പോ സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു, സാധാരണ മനുഷ്യനെ പോലെ വളർന്നു. അവിടുത്തെ വളർച്ചയിൽ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും കൃപയിൽ, ഫേവറിൽ അപ്രൂവൽ വാങ്ങി ജീവിച്ച് വളർന്ന ഒരു ബാലനാണ്, ഒരു കൗമാരക്കാരനാണ്, ഒരു യൗവനക്കാരനാണ് കർത്താവായ യേശുക്രിസ്തു. ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിലും മനുഷ്യർക്ക് മാതൃകയാക്കാൻ പറ്റിയത് യേശുക്രിസ്തുവാണ്. വചനം ജഡമായി തീർന്നു. ആകയാൽ ഇന്ന് എൻ്റെ വചനം കേൾക്കുന്ന യൗവനക്കാരെ, കൗമാരക്കാരെ, ലോകത്തിലെ ഓരോരോ തരത്തിലുള്ള സൂപ്പർ സ്റ്റാറുകളെ മാതൃകയാക്കാതെ ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിനും മാതൃകയാക്കാൻ പറ്റിയ ഐഡിയലായിട്ടുള്ള ആൾ, വീരപുരുഷൻ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അവിടുന്ന് കേവലം ദൈവമായി വലിയ ആളായി ഭൂമിയിൽ ജീവിച്ചു വന്ന ആളല്ല. സാധാരണ മനുഷ്യനെ പോലെ ജലത്തിൽ വന്ന് ജീവിച്ച് മനുഷ്യനായി പെരുമാറിയ ഈ യേശു ജീവിതത്തിന്റെ എല്ലാ മണ്ഡലത്തിലും നമുക്ക് മാതൃകയാകട്ടെ. അവിടുത്തെ മാനദണ്ഡം ഉന്നതമായ മാനദണ്ഡമാണ്. അവിടുത്തെ ജീവിത രീതി അത്യുന്നതമായ ജീവിത രീതിയാണ്. അവിടുത്തെ പിൻപറ്റൂ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവിടുത്തെ പിൻപറ്റൂ, നിങ്ങളുടെ ജീവിതം ശരിയായിരിക്കും. അതുകൊണ്ട് സകല മനുഷ്യർക്കും മാതൃകയായി തീർന്ന വചനം ജഡമായി തീർന്ന ദൈവപുത്രനായ യേശുവിനെ നമുക്ക് പിൻപറ്റാം. മനുഷ്യനായി തീർന്ന കർത്താവായ യേശുവിനെ നമുക്ക് പിൻപറ്റാം. അങ്ങനെ ജയകരമായ ഒരു ജീവിതം നമുക്കുണ്ടാകാം. അത് ഉണ്ടാകും. യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നതിനാൽ നന്മയുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. നിങ്ങൾ ശരിയായിരിക്കും. അതിനായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ യേശുക്രിസ്തു മനോഭാവവും യേശുക്രിസ്തുവിൻ ജീവിത രീതിയും നമുക്ക് അനുവർത്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.